ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓർമ്മക്കുറവ് എന്നത് കുട്ടികളെയും മുതിർന്നവരെ ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. സത്യത്തിൽ ഏകാഗ്രത കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുമെല്ലാം ചില പൊടിക്കൈകളുണ്ട്. അത്തരത്തിലുള്ള ചില ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്ര ശ്രമിച്ചാലും പഠിച്ച കാര്യങ്ങൾ ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ മറന്നു പോകാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനം നടക്കണമെങ്കിലും നിങ്ങളുടെ മസ്തിഷ്കം അഥവാ ബ്രെയിൻ അതിന് ഉത്തരവ് നൽകണം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ബ്രെയിൻ. ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ടിപ്പ് നമ്പർ 1, കൈകൾ മാറ്റി ഒന്ന് ഉപയോഗിച്ചു നോക്കൂ. ഇത് വളരെ ലളിതവും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ മസ്തിഷ്ക വ്യായാമമാണ്. നിങ്ങളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഈ പ്രതിവിധി പരിശീലിക്കുന്നതിനായി നിങ്ങൾ ഓരോ ജോലികൾ ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ ആധിപത്യം ഇല്ലാത്ത കൈകൾ ഉപയോഗിക്കുക മാത്രമാണ് ആകെ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് എഴുതുക, ബ്രഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന കൈകൾക്ക് പകരമായി മറ്റേ കൈ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വലത് കൈ ഉപയോഗിക്കുന്നവർ ഇടത് കൈയും, ഇടത് കൈ ഉപയോഗിക്കുന്നവർ വലത് കൈയും ഉപയോഗിക്കുക. ഇത് ക്രമേണ നിങ്ങളുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 2, 10 മിനിറ്റ് മെഡിറ്റേഷൻ. സത്യത്തിൽ ആരോഗ്യ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ. ഇത് ഓരോ വ്യക്തികളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി പോരാടുന്നതിനും സഹായിക്കാറുണ്ട്. ദിവസവും വെറും 10 മിനിറ്റ് ധ്യാനിക്കുന്നത് വഴി നിങ്ങളുടെ ഓർമ്മശക്തിയും മറ്റു മാനസിക കഴിവുകളും വർദ്ധിപ്പിക്കാൻ സാധിക്കും. മെഡിറ്റേഷൻ നിങ്ങളുടെ ശ്വസന പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച രീതിയിൽ ശ്വസിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളിൽ കുട്ടികൾ നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സ്ട്രെസ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ നല്ല രീതിയിൽ സഹായിക്കും. സത്യത്തിൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടിപ്പാണ്. കുട്ടികളുടെ പരീക്ഷാ വേളയിൽ കുട്ടികളെ പോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്നവരാണല്ലോ മാതാപിതാക്കളും. ടിപ്പ് നമ്പർ 3, തീയതികൾ ഓർമ്മിക്കാം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ തീയതികൾ ഇടയ്ക്കിടെ വെറുതെ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ ദിനം, നിങ്ങളുടെ പാരന്റ്സിന്റെ വിവാഹ ദിനം തുടങ്ങിയവ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇത് സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിനുള്ള ഒരു സ്മോൾ എക്സസൈസ് ആണ്. നമ്മളെപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാറില്ലേ? നമുക്കെപ്പോഴും പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം ഓർത്തെടുക്കുക എന്നത് വളരെ ഈസിയും വളരെ എഫക്റ്റീവുമായിട്ടുള്ള ഒരു ടിപ്പാണ്. ടിപ്പ് നമ്പർ 4, ശരിയായ ഉറക്കം. നല്ല ഓർമ്മശക്തിക്ക് സുഖകരമായ ഉറക്കം അത്യാവശ്യമാണ്. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങി ശീലിക്കുക. രാത്രി മൊത്തം ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ട് രാവിലെ എക്സാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പല കുട്ടികൾക്കും സാധിക്കാറില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചതല്ലേ, അമ്മ കണ്ടതല്ലേ, അച്ഛൻ കണ്ടതല്ലേ, എന്നിട്ടും എനിക്ക് എന്തേ മാർക്ക് കിട്ടാത്തതെന്ന് പല കുട്ടികളും രക്ഷിതാക്കളോട് പറയാറുണ്ട് അല്ലേ? ഉറക്കക്കുറവ് എന്നത് നിങ്ങളുടെ മെമ്മറി പവറിനെയും കോൺസെൻട്രേഷനെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ശരിയായ സമയക്രമം പാലിച്ച് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും പഠിക്കേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ പഠിക്കുകയും ചെയ്യുക. ടിപ്പ് നമ്പർ 5, ബ്രെയിൻ എക്സസൈസ്. വ്യായാമം ചെയ്ത് ശരീരം വിയർക്കുന്നത് പോലെ തന്നെ തലച്ചോറ് വിയർക്കുന്ന തരത്തിലുള്ള ഭൗതികമായ അധ്വാനങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ക്രോസ് വേർഡ്, പസിൽ, ചെസ് തുടങ്ങിയ കളികൾ കളിക്കുക. ദിവസവും എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 6, മണം പിടിക്കാം. മണങ്ങൾക്ക് ഓർമ്മയുമായി എന്ത് ബന്ധമെന്ന് തർക്കിക്കാൻ വരട്ടെ. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിസരത്തുള്ള മണങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജനലിനോട് ചേർന്ന് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ മണമാകാം, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വരുന്ന കാപ്പിയുടെ മണമാകാം, അത് എന്തുമായിക്കൊള്ളട്ടെ. മണം പിടിക്കുന്നത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 7, ഒമേഗ 3. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. മത്സ്യങ്ങളിൽ ഇത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ആപ്പിളും ചെറുപഴവും പച്ചനിറത്തിലുള്ള പച്ചക്കറികളും വെളുത്തുള്ളിയും കാരറ്റും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കമന്റ്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം അബിത ജോസ് സൈനിങ് ഓഫ്.